ഹായ് എവ്രിവൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. എല്ലാവർക്കും ഓണാശംസകൾ. ആൻഡ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു വളരെ സ്പെഷ്യലായ വാച്ചാണ്. ഞാൻ ഈ വീഡിയോ മലയാളത്തിൽ എടുക്കാൻ പോവുകയാണ്. കാരണം ഈ വാച്ച് ഒരു മലയാളി തീമുള്ള ഒരു വാച്ചാണ്. സോ ഇത് ഒരു ലിമിറ്റഡ് എഡിഷനായ ഓളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാച്ചാണ്. ആൻഡ് ഇതിൻ്റെ തീമാണെങ്കിൽ വള്ളംകളി ബേസ്ഡാണ്. സോ ഈ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാച്ച് കമ്മ്യൂണിറ്റീനെ കുറിച്ചിട്ട് ആദ്യം പറയേണ്ടി വരും. ഇത് ഒരു ടൈം ഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാച്ച് കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് ഞാൻ ഇതിനു മുമ്പേയും പല വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലൊക്കെ ജോയിൻ ചെയ്തിരുന്നു. ആൻഡ് ഈ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഐ വിൽ ടെൽ യു വൈ. ബിക്കോസ് ഞാനിപ്പോൾ വേറെ ബിഗർ ഓർ ലൈക്ക് വേറെ വാച്ച് കമ്മ്യൂണിറ്റീസിലൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. മേ ബി ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവായിട്ട് പറയായിരിക്കും. വേറെ കമ്മ്യൂണിറ്റീസ് എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ലൈക്ക് ചില വാച്ച് കളക്ടേഴ്സ് ഹു ആർ ലൈക്ക് പ്രീമിയം വാച്ച് കളക്ടേഴ്സ് ഡോണ്ട് സീ എല്ലാ വാച്ച് കളക്ടേഴ്സിനെയും അവരുടെ ഗ്രൂപ്പ് പോലെ കൺസിഡർ ചെയ്യില്ല. ആസ് ഇൻ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഓക്കെ ഈ സോ ആൻഡ് സോ കമ്പനി മോശമാണ്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള കളിയാക്കിയിട്ടുള്ള ഇൻഡയറക്റ്റ്ലി കളിയാക്കി അങ്ങനെ പല എനിക്കൊരു നെഗറ്റീവ് വൈബ്സ് കിട്ടിയതുകൊണ്ട് ഐ വാസ് കൈൻഡ് ഓഫ് അവേ ഫ്രം ലൈക്ക് നോട്ട് വെരി ആക്റ്റീവ് ഓർ സ്റ്റേയിങ് അവേ ഫ്രം സച്ച് കമ്മ്യൂണിറ്റീസ്. അങ്ങനെയാണ് ഞാൻ ഈ ടൈം ഗ്രാഫേഴ്സിൽ ലൈക്ക് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറേ കാലമായി. നേരം വാച്ച് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് എനിക്കിതിനെക്കുറിച്ച് മനസ്സിലായത്. ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ദേ ഹാഡ് സച്ച് എൻ ആക്റ്റീവ് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ ഞാൻ ജോയിൻ ചെയ്യുകയും അവിടെ എനിക്ക് വളരെ ഒരു ഡിഫറെൻറ്റ് വൈബാണ് കിട്ടിയത്. ആസ് ഇൻ it was more like a brotherhood sort of very inclusive. And avade although there are like a premium watch collectors like luxury watch collectors angane pala aalkaru undu, but there was a room for everyone. And അതിൽ എനിക്ക് കുറേയും കൂടിയും എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ടിനും വാച്ച് കളക്ടറായിട്ടുള്ള അഭിനവിനും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. And he also said the same thing, that it felt more like inclusive group. For it a group that welcomes watch collectors in every level, not differentiating that ഞാൻ വലിയ ആളാണ് മറ്റേ ആൾ ചെറുതാണ് അങ്ങനത്തെ ഒരു റോങ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇതിൽ ഇല്ല. So that is why I became a part of this group, although this is very active. And I cannot follow everything, but I really like being part of this group. And അവരുടെ നെക്സ്റ്റ് പ്രൊജക്റ്റായ ഓളം കുറിച്ചിട്ട് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഐ ജോയിൻഡ് ദിസ് പ്രൊജക്റ്റ്. ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബിക്കോസ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദി ഓസം ഗ്രൂപ്പ്, പക്ഷേ ഈ പ്രൊജക്റ്റും വളരെ ഓസം ആയിട്ടുള്ളൊരു തീമാണ്. ഇറ്റ് ഈസ് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംകളി കളിയുടെ ഒരു തീമാണ് ഓളം എന്ന് പറഞ്ഞിട്ടുള്ള. ആൻഡ് ഇറ്റ് ഹാസ് മലയാളി ന്യൂമറൽസ്, പിന്നെ അങ്ങനെ കുറേ ടാക്കോമീറ്ററിനെയും എല്ലാ രീതിയിലും ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ആൻഡ് സോ ലെറ്റ്സ് നോട്ട് വെയിറ്റ്, ലെറ്റ്സ് ഗോ ഹെഡ് ആൻഡ് അൺബോക്സ് ദിസ് വാച്ച്. Oh, it's double packing is there, and it says 120. Okay, let us see. ഓളം. സോ ഈ വാച്ചിൻ്റെ ആയിട്ടും കൂടുതൽ എനിക്ക് ആക്ച്വലി ഇഷ്ടമായത് ഇതിൻ്റെ വാച്ച് ബോക്സാണ്. സീ ഹൗ യുണീക്ക് ഇറ്റ് ഈസ്. ആൻഡ് ഒരു
മലയാളി വൈബ് ഇപ്പം തന്നെ കിട്ടില്ലേ. വുഡൻ സീംസ് ലൈക്ക് ലുക്സ് ലൈക്ക് എൻ ആൻറ്റീക്ക് പണപ്പെട്ടിയൊക്കെ തുറക്കണ പോലെ ഒരു ഫീലാണ്. and see the booklet, that is also very unique. A little tough to take it out here. So ബുക്ക്ലെറ്റിനെ നോക്കുകയാണെങ്കിൽ ഓളം ആർപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബാക്ക് വാട്ടേഴ്സ് തീമാണ് വാച്ചിന്. and see they have written a very nice intro for the watch. snake boat race, വള്ളംകളി ബേസ്ഡ് ആണ് വാച്ച്. ആൻഡ് ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ സീക്കോ മെക്ക ക്വാഡ്സ് മൂവ്മെൻ്റ് ആണ്. ആൻഡ് ലെറ്റ്സ് സീ, ഇസ് ഇറ്റ് വിസിബിൾ? യാ, 40 mm കേസ്, സഫയർ ക്രിസ്റ്റൽ, ആൻഡ് കേസ് ബാക്കും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ. സോ ദാറ്റ്സ് റിയലി നൈസ്. കേരളയുടെ റിച്ച് ഹെറിറ്റേജിന് തീം ആയിട്ടുള്ള വാച്ചാണ്. ആൻഡ് ദ ടീമിനെ കുറിച്ചിട്ട് ഇതാ സോഹൻ, നിഷാദ്, ദിലീപ്, അനീഷ്, ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ ഗ്രൂപ്പ് ടൈം ഗ്രാഫർ, കേരള ബേസ്ഡ് വാച്ച് കളക്ടേഴ്സ്. ബട്ട് മെമ്പേഴ്സ് എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ട്, മലയാളി മെമ്പേഴ്സാണ്. ആൻഡ് യാ, ദിസ് ഈസ് ബേസിക്കലി ദ ബുക്ക്ലെറ്റ്. ആൻഡ് ലെറ്റ് മീ അൺബോക്സ് ദ വാച്ച്. ഓക്കെ, ഇത് വാച്ചിൻ്റെ കുഷ്യനാണ് ഫസ്റ്റ് വന്നത്. ആൻഡ് വാവ്, ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നെങ്കിലും അതിൻ്റെ കാട്ടിയും മച്ച് ബെറ്റർ ഇൻ റിയൽ. ലെറ്റ്സ് സീ. സോ ഇറ്റ് ഈസ് having, this is an awesome watch. I should say you should see this watch in real, then only you can understand how beautiful this is. Let me keep this aside. It has time grapher's emblem here, and see Olam. And let me see what is the number. My limited edition number is 120 out of 400, and again time grapher is mentioned here. So even this branding, സ്ട്രാപ്പിൽ പോലും ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് ഒരു ക്ലാസ്പും കൊടുത്തിട്ടുണ്ട്. So I don't have a watch with this kind of clasp. I really like these Tissot and all, which has this kind of clasp. So that's nice. Again, this watch has such uniqueness. And ഇതിൻ്റെ ഡിജിറ്റ്സ് മലയാളം ന്യൂമറൽസ് ആണ്. ആൻഡ് ടാക്കിമീറ്ററിനെ ആർപ്പോ എന്ന് പറഞ്ഞിട്ടാണ്, ആർപ്പോ മീറ്ററാണ് ബേസിക്കലി. ആൻഡ് ഇറ്റ്സ് എ chronograph. So this is വള്ളംകളി is a race, so chronograph is apt for that. And this starts. Okay, nice. It has kind of like a sweeping chronograph, so that is again a nice touch. And what else to say, this has a 24-hour time, this here, and this is the minutes for the chronograph. And pinne idil parayanengil date window is at 6. So yeah, now let's see this watch on the wrist. വാച്ച് റിസ്റ്റിലിട്ടിട്ട് നിങ്ങൾക്ക് കാണാം എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ആൻഡ് ഇറ്റ് ഹാസ് ക്ലാസ്പ് കണ്ടോ, കുറച്ച് ലൂസായിട്ട് ഇട്ടിരിക്കുന്നു, പക്ഷേ ഇറ്റ്സ് സോ നൈസ് ആൻഡ് കംഫർട്ടബിൾ ആൻഡ് കറക്റ്റ് സൈസുമാണ്.
സൈസ് വൈസ് ഓൾസോ ഇറ്റ് ഈസ് നൈസ്. തിക്നെസ് ഒക്കെ കണ്ടോ, ഇറ്റ്സ് ആപ്റ്റ് സൈസ് ഫോർ എവ്രി വൺ. അപ്പോൾ ഐ എം വിഷിംഗ് എവ്രി വൺ ഹാപ്പി ഓണം. ഐ എം സൈനിങ് ഓഫ്. Please like, share and subscribe. Thank you.